പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ പരിശുദ്ധമായ നാമത്തിന് നന്ദിയോട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ നല്ല സമയത്തിനായിട്ട് ദൈവത്തെ തീയതിയുമായി സ്തുതിക്കുന്നു. JCNDST അഥവാ യേശു ക്രിസ്തുവിൻ്റെ പുതിയ നിയമ രക്ഷയുടെ ഉപദേശം എന്ന ഈ വാട്സപ്പ് ഗ്രൂപ്പിലൂടെ വീണ്ടും നിത്യജീവ മൊഴികൾ എന്ന വചന പരമ്പരയിൽ എളിയവന് കടന്നു വരുവാനും സ്വർഗത്തിലെ ദൈവം ഒരവസരം കൂടെ ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ അത്യധികമായി സ്തുതിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഗ്രൂപ്പിൻ്റെ അഡ്മിന്മാർക്കും ഇതിൻ്റെ സംഘാടകർക്കും തിരുവചനം നിത്യേന സംസാരിക്കുന്ന വിശുദ്ധന്മാർക്കും കേൾവിക്കാരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും വന്ദനവും പ്രാരംഭമായി അറിയിക്കുന്നു. കഴിഞ്ഞ 2 ആഴ്ചകളായി ദൈവം ആർ എന്ന ഒരു വിഷയമാണ് നിങ്ങളുമായിട്ട് സംസാരിച്ചു കൊണ്ടിരുന്നത്. ഇപ്രാവശ്യവും അതേ വിഷയം തന്നെയാണ് സംസാരിക്കുവാൻ താല്പര്യപ്പെടുന്നത്. ദൈവമാർ എന്ന വിഷയത്തിൻ്റെ 3-ാമത്തെ ഭാഗം ചിന്തിക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ഒരുവൻ മാത്രം എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. വ്യത്യസ്തമാകുന്ന ചിന്താഗതി അനേകരുടെ ഹൃദയങ്ങളിലുണ്ട്. തിരുവചനത്തിൻ്റെ വസ്തുത എന്താണെന്നുള്ളതിനെക്കുറിച്ച് എല്ലാവരും തിരിച്ചറിയണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് വീണ്ടും ഈ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത് അന്ത്യകാലമാണ്. നമ്മുടെ നാഥൻ്റെ വരവ് നമ്മോട് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ്. കർത്താവിൻ്റെ വരവ് നമ്മോട് സമീപമായിരിക്കയാൽ നാം ഏത് നിമിഷവും കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരുക്കമുള്ളവരായി അവൻ്റെ കാഹള ശബ്ദം കേൾക്കുവാനും കേൾക്കുമ്പോൾ അവനോടുകൂടെ മണിയറയിൽ പ്രവേശിക്കുവാൻ യോഗ്യമായ ഒരു അനുഭവത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കേണ്ടതാണ്. അതിനായിട്ട് ദൈവം എല്ലാവരെയും ഒരുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുവചന സത്യം നാം അറിയാതെ തെറ്റിപ്പോകുവാൻ ഇടയാകരുത് എന്ന് ആഗ്രഹിക്കുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ ദാസന്മാർ ഈ ശുശ്രൂഷയിലൂടെ ദൈവവചനത്തിൻ്റെ സത്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ അനേകർക്കും അത് അംഗീകരിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട്. അതിൻ്റെ കാരണം ഇളയവൻ മനസ്സിലാക്കിയെടുത്തോളം സത്യവചനം യഥാർത്ഥമായി ഗ്രഹിക്കുവാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിൻ്റെ സുപ്രധാനമായിട്ടുള്ള കാരണം അനേകരും മാനസാന്തരപ്പെടുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുവാൻ കഴിയുന്നത്. മാനസാന്തരത്തിൻ്റെ അനുഭവം പലരിലുമില്ല. മാനസാന്തരത്തിൻ്റെ അനുഭവം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും തിരുവചന സത്യം എന്താണെന്ന് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അതിൻ്റെ കാരണം അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായം 38-ാമത്തെ വാക്യഭാഗം അംഗീകരിക്കുവാൻ കഴിയാത്ത ഒരു വ്യക്തിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുകയില്ല എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ വചനസത്യം ഗ്രഹിക്കുവാനും
ആർക്കും കഴിയുന്നതല്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ട് നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി ഓരോരുത്തൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപ്പീൻ, എന്നാൽ പരിശുദ്ധാത്മാവെന്ന ദാനം ലഭിക്കും എന്നാണ് തിരുവചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. പരിശുദ്ധാത്മാവിനെ കൂടാതെ ദൈവവചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാൻ ആർക്കും കഴിയുകയില്ല എന്നുള്ളത് വസ്തുതയാണ്. അതുകൊണ്ട് നമ്മിലുള്ളതായ കുറവുകൾ അല്ലെങ്കിൽ പോരായ്മകൾ, ബലഹീനതകൾ എന്താണെന്ന് സ്വയം മനസ്സിലാക്കി ദൈവവചനാനുസരണം നമ്മെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് വചനത്തിൻ്റെ വ്യവസ്ഥകൾക്കൊത്തവണ്ണം ജീവിക്കുവാൻ നാം തയ്യാറാകുന്നു എങ്കിൽ തീർച്ചയായിട്ടും കർത്താവിൻ്റെ വരവിങ്കിൽ നാം അവനോടുകൂടെ ചേർക്കപ്പെടുവാനും അവൻ്റെ വിശുദ്ധന്മാരുമായിട്ടൊരുമിച്ച് ആ നിത്യമായ സന്തോഷത്തിൽ ഒത്തുചേരുവാനിടയായിത്തീരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിനുവേണ്ടി നമുക്ക് ഒരുങ്ങാം. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അധികം വിശദീകരണങ്ങളൊന്നും കൂടാതെ വണ്ണം തിരുവചനത്തിൽ നിന്നും എളിയവന് ലഭിക്കപ്പെട്ട ചില ആലോചനകൾ നിങ്ങളുടെ മുൻപാകെ വയ്ക്കുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. ദൈവം ആർ എന്ന വിഷയത്തെ സംബന്ധിച്ച് കഴിഞ്ഞ 2 ആഴ്ചകളായി തിരുവെഴുത്തുകളിൽ നിന്നും ചില സത്യങ്ങൾ നമുക്ക് ചിന്തിക്കുവാൻ കഴിഞ്ഞു. അതേ വിഷയത്തെക്കുറിച്ച് തന്നെ നാം വീണ്ടും അല്പമായി ചിന്തിക്കുവാൻ താല്പര്യപ്പെടുകയാണ്. കാരണം ഈ അന്ത്യകാലത്ത് സത്യദൈവത്തെ സംബന്ധിച്ചുള്ള അന്ധമായ ചിന്തകളും വിശ്വാസങ്ങളും വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നു. ആകയാൽ തിരുവചനം പഠിപ്പിക്കുന്ന നിലയിൽ ദൈവവചനത്തിൽ നാം കാണുന്ന ദൈവം ഏകനോ അതോ ഒന്നിലധികമോ എന്ന് തിരിച്ചറിയുകയും ആ ദൈവം ആരാണെന്ന് വെളിപ്പെടുത്തുകയുമാണ് നമ്മുടെ ഈ പഠന ഉദ്ദേശം കൊണ്ട് പഠനം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നു. ഈ വിഷയം സംസാരിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അറിവോ കഴിവോ വിദ്യാഭ്യാസ യോഗ്യതയോ ഒന്നുമില്ലാത്ത ഒരാളാണ്. എന്നാൽ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് ലഭിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം നിങ്ങളോട് സംസാരിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അന്ത്യകാലമാണ്, കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കാൻ വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവമുഖം അന്വേഷിക്കാം. ദൈവം അവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. തിരുവചനത്തിൽ നിന്നും ഒരു വേദഭാഗം വായിച്ചുകൊണ്ട് അതിനോടനുബന്ധമായിട്ട് ചില കാര്യങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. സങ്കീർത്തന പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 1ഉം 2ഉം വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അവർ വഷളന്മാരായി മ്ലേച്ഛത പ്രവർത്തിക്കുന്നു. നന്മ ചെയ്യുന്നവൻ ആരുമില്ല എന്നതിൻ്റെ ആദ്യ ഭാഗം നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നു. ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. മൂഢൻ അല്ലെങ്കിൽ പോഷൻ, പ്രാകൃതൻ, ബുദ്ധിഹീനൻ എന്നൊക്കെ നമുക്കതിനെക്കുറിച്ച് അർത്ഥമാക്കാവുന്നതാണ്, ചിന്തിക്കാവുന്നതാണ്. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ ദൈവമില്ല എന്ന് ഹൃദയത്തിൽ നിരൂപിക്കുന്നു. എന്നാൽ ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാൻ ഉണ്ടോ എന്ന് കാണുവാൻ യഹോവ സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുന്നു എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുകയാണ്. ഒരു വിഭാഗം ആളുകൾ ദൈവമില്ല എന്നും വാദിക്കുമ്പോൾ
ദൈവം തന്നെ അന്വേഷിക്കുന്നവരാരെങ്കിലും ഉണ്ടോ എന്ന് സ്വർഗത്തിൽ നിന്ന് മനുഷ്യപുത്രന്മാരെ നോക്കുകയാണ്. ദൈവത്തെ ആരെങ്കിലും അന്വേഷിക്കുന്നു എങ്കിൽ അവരെ സംബോധന ചെയ്തിരിക്കുന്നത് ബുദ്ധിമാന്മാർ എന്നാണ്. ദൈവത്തെ നിഷേധിക്കുന്നവൻ മൂഢനാണ്, ഭോഷനാണ്, പ്രാകൃതനാണ്, ബുദ്ധിഹീനനാണ് എന്നൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ യഥാർത്ഥമായി ജീവനുള്ള ദൈവത്തെ അന്വേഷിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ബുദ്ധിമാനാണ് എന്നാണ് തിരുവചനം പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൽ നിന്നും യഹോവ അത്തരം ആളുകളെ സസൂക്ഷ്മം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. സത്യത്തിൻ്റെയും വസ്തുതകളുടെയും ശരിയായ പ്രതികരണത്തിനുള്ള കഴിവിനെ ബുദ്ധി എന്ന് പറയുവാൻ കഴിയും എന്നാണ് പഠിക്കുവാൻ കഴിയുന്നത്. ഏത് വസ്തുവിനെ കണ്ടാലും അത് എങ്ങനെ ഉണ്ടായി എന്ന് എല്ലാവരും അന്വേഷിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നു. എല്ലാവരുടെയും അന്വേഷണം ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. എല്ലാ കാര്യത്തിനും ഒരു കാരണമുണ്ട് എന്നും നമുക്ക് പഠിക്കുവാനായിട്ട് കഴിയുന്നുണ്ട്. നാം കാണുന്ന ഈ പ്രപഞ്ചം ഒരു കാര്യമാണ്. ആകയാൽ അതിനും ഒരു കാരണമുണ്ടായിരിക്കണം. എല്ലാ കാര്യങ്ങളുടെ പിന്നിലും ഒരു അദൃശ്യ ശക്തി പ്രവർത്തിക്കുന്നു. അത് അനാദിയായും സർവശക്തിയുള്ള ഒരു ദൈവത്തിൻ്റെ കരമാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ആ ദൈവം ആരാണ് എന്നാണ് തിരുവെഴുത്തുകളിലൂടെ നാം അന്വേഷിക്കുന്നത്. സകലത്തെയും സൃഷ്ടിച്ചവനും സകലത്തിനും കാരണഭൂതനുമായ ആ ഏക ദൈവം ആരാണ് എന്നുള്ളതിനെ കുറിച്ചുള്ളതായ ഒരു അന്വേഷണമാണ് ഈ വചനഭാഗങ്ങളിലൂടെ നാം ചിന്തിക്കുന്നത്. കഴിഞ്ഞ പാഠത്തിൽ നാം ചിന്തിച്ചതാണ് സകലവും സൃഷ്ടിച്ചവൻ കർത്താവാണ് എന്ന്. സ്തോത്രം. വെളിപ്പാട് പുസ്തകം 4-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യഭാഗത്തിൽ നാം വായിച്ചത്, കർത്താവേ, നീ സകലവും സൃഷ്ടിച്ചവനും എല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വവും ബഹുമാനവും ശക്തിയും കൈക്കൊള്ളുവാൻ യോഗ്യൻ എന്ന് പറഞ്ഞുകൊണ്ട് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടും എന്നതിനെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുവാൻ കഴിയും. അതിനെ ഞാൻ വീണ്ടും ആവർത്തിച്ച് വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല, കാരണം ഇതിനെക്കുറിച്ച് നമ്മൾ പലവരും ചിന്തിച്ച കാര്യമാണ്. സ്തോത്രം. ഈ കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് 24 മൂപ്പന്മാരാണ്. അത് പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരുമാണ് എന്ന് നമ്മൾ ചിന്തിക്കുവാനിടയായി തീർന്നിട്ടുണ്ട്. ഈ 2 കൂട്ടരും ഒരുപോലെ ഒരേ ശബ്ദത്തിൽ പറയുകയാണ്, കർത്താവേ, നീയാണ് സകലവും സൃഷ്ടിച്ചവൻ. കർത്താവാണ് സകലവും സൃഷ്ടിച്ചവൻ എന്ന് പറയുമ്പോൾ, സ്തോത്രം, ഒരേ ഒരു സൃഷ്ടാവ് മാത്രമാണുള്ളത്, ഒന്നിലധികം സൃഷ്ടാക്കളില്ല എന്നും ഇതെല്ലാം നിന്റെ ഇഷ്ടം ഹേതുവാൽ ഉണ്ടായതും സൃഷ്ടിക്കപ്പെട്ടതുമാകയാൽ മഹത്വത്തിനും ബഹുമാനത്തിനും ശക്തിക്കും നീയാണ് യോഗ്യനെന്ന് പറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ കിരീടങ്ങളെ സിംഹാസനത്തിന് മുൻപിൽ ഇടുന്നത് എന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. കൊരിന്ത്യർക്ക് എഴുതിയ
ഒന്നാമത്തെ ലേഖനം 8-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യഭാഗം നാം പഠിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, പിതാവായ ഏക ദൈവമേ നമുക്കുള്ളൂ, അവൻ സകലത്തിനും കാരണഭൂതനും നാം അവനായി ജീവിക്കേണ്ടതുമാകുന്നു. യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. അവൻ മുഖാന്തരവും സകലവും അവൻ മുഖാന്തരം നാമുമാകുന്നു. എന്നാൽ എല്ലാവരിലും ഈ അറിവില്ല എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സ്തോത്രം. സകലവും സൃഷ്ടിച്ച സൃഷ്ടാവ് സകല സൃഷ്ടികളുടെയും പിതാവാണ്. അവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ. അവനാണ് സകലത്തിനും കാരണഭൂതനായവൻ. നാം എല്ലാവരും അവനായി ജീവിക്കേണ്ടതാകുന്നു എന്നാണ് ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. പിന്നീട് അതിൻ്റെ 2-ാമത്തെ ഭാഗം നമ്മൾ വായിക്കുന്നത്, യേശുക്രിസ്തു എന്ന ഏക കർത്താവും നമുക്കുണ്ട്. യേശുക്രിസ്തു എന്ന ഏക കർത്താവ് എന്ന് പറയുമ്പോൾ പിതാവായ ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്ന് പിശാചിൻ്റെ അധീനതയിലായിത്തീർന്നപ്പോൾ മരണത്തിന് വിധിക്കപ്പെട്ട ഒരു അനുഭവത്തിലൂടെ അവൻ കടന്നു പോകുമ്പോൾ അവനെ മരണത്തിൽ നിന്ന് വീണ്ടെടുക്കേണ്ടതിന് വേണ്ടി ഈ ഭൂമിയിൽ മറ്റാർക്കും കഴിയുകയില്ല എന്നുള്ളത് കൊണ്ട് തൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യവർഗത്തെ അവൻ്റെ പാപത്തിൽ നിന്ന് രക്ഷിക്കുവാൻ ഒരു രക്ഷകനായി അല്ലെങ്കിൽ ഒരു വീണ്ടെടുപ്പുകാരനായി ഈ ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു ഏക കർത്താവും ഏക ദൈവവും ഏക പിതാവുമാകുന്നു എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. അവൻ മുഖാന്തരമാണ് സകലവും, അവൻ മുഖാന്തരമാണ് നാമും എന്ന് വേദപുസ്തകത്തിൽ കാണുവാൻ കഴിയുന്നു. പിന്നീട് അതിൻ്റെ അവസാന ഭാഗത്തിൽ പറയുന്നത്, എന്നാൽ എല്ലാവർക്കും ഈ അറിവില്ല. എല്ലാവരും ക്രിസ്ത്യാനികളായിരിക്കാം, പെന്തക്കോസ്തുകാരായിരിക്കാം, ദൈവവചനത്തിൻ്റെ സത്യം ഞങ്ങൾ അറിയുന്നു ഗ്രഹിക്കുന്നു എന്നൊക്കെ ഭാവിക്കുന്നവരായിരിക്കാം. പക്ഷേ തിരുവചനം പറയുന്നു എല്ലാവർക്കും ഈ അറിവില്ല. പിതാവായ ദൈവം തന്നെയാണ് രക്ഷിതാവായി ലോകത്തിലേക്ക് വന്ന യേശുക്രിസ്തു എന്ന് എല്ലാവർക്കും അറിയുവാൻ കഴിയുന്നില്ല. കാരണം തിരുവചനത്തിൻ്റെ സത്യം ഗ്രഹിക്കുവാൻ പലർക്കും കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കുവാൻ കഴിയുന്നത്. റോമാലേഖനം 11-ാം അധ്യായത്തിൻ്റെ 33 മുതൽ 36 വരെയുള്ളതായ ഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്, ദൈവത്തിൻ്റെ ധനം, ജ്ഞാനം, അറിവ് എന്നിവയുടെ ആഴമേ, ദൈവത്തിൻ്റെ ധനവും അവൻ്റെ ജ്ഞാനവും അവൻ്റെ അറിവിൻ്റെയും ആഴമേ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആഴവും നീളവും വീതിയും ഒന്നും ആർക്കും ഗ്രഹിക്കുവാൻ, മനുഷ്യർക്ക് ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. പിന്നീട് അവിടെ തുടർന്ന് വായിക്കുന്നത്, അവൻ്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവൻ്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു എന്നവിടെ കാണുവാൻ കഴിയുന്നു. അവൻ്റെ ന്യായവിധികളെ കുറിച്ച് ആർക്കും അവതരിപ്പിക്കുവാൻ കഴിയാത്തതും അവൻ്റെ എല്ലാ വഴികളും മനുഷ്യർക്ക് കാണുവാനും ഗ്രഹിക്കുവാനും കഴിയാത്തതുമായ അവസ്ഥയിലാണ് ദൈവം അതിനെ
സൃഷ്ടി ചെയ്തിരിക്കുന്നത് എന്ന് പഠിക്കുവാൻ കഴിയുന്നു. അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് അറിയുവാൻ കഴിയുന്നത് ദൈവാത്മാവിനാൽ ദൈവം ഉപയോഗിക്കുന്ന വ്യക്തികൾക്ക് മാത്രമേ അതേക്കുറിച്ച് പൂർണ്ണമായിട്ടുള്ള അറിവ് ലഭിക്കുന്നില്ലെങ്കിൽ പോലും അതിൻ്റെ വസ്തുതകൾ ഏറെക്കുറെ ഗ്രഹിക്കുവാൻ കഴിയുന്നത് ദൈവാത്മാവ് സ്തോത്രം വ്യാപിക്കുന്ന അല്ലെങ്കിൽ പ്രാപിച്ചിട്ടുള്ള ദൈവമക്കൾക്ക് മാത്രമാണ് എന്ന് വളരെ വ്യക്തമാണ്. സ്തോത്രം. കർത്താവിൻ്റെ മനസ്സ് അറിഞ്ഞവൻ ആർ? അവന് മന്ത്രിയായിരുന്നവൻ ആർ? അവൻ എന്തെങ്കിലും മുൻപേ കൊടുത്തിട്ട് പ്രതിഫലം വാങ്ങുന്നവനാർ? സ്തോത്രം. ഇതൊക്കെ വലിയ ചോദ്യചിഹ്നമായിട്ട് നമ്മുടെ മുൻപാകെ നിൽക്കുകയാണ്. കർത്താവിൻ്റെ മനസ്സാർക്കറിയാം? അവന് മന്ത്രിയായിരുന്നവൻ ആരെങ്കിലും ഉണ്ടോ? അവൻ എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ട് മുൻപേ കൊടുത്തു പ്രതിഫലം വാങ്ങിയവൻ ആരെങ്കിലും ഈ ഭൂമിയിലുണ്ടോ എന്ന് കർത്താവിൻ്റെ ദാസൻ പരിശുദ്ധാത്മാവിൽ ചോദിക്കുകയാണ്. അതിൻ്റെ അവസാന ഭാഗത്തിൽ നമ്മൾ വായിക്കുന്നത്, സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം, ആമേൻ എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ലോകത്തിൽ നാം കാണുന്ന സകലതും പിതാവായ ഏക ദൈവത്തിൽ നിന്നും ഉളവായിട്ടുള്ളതാണ്. സകലവും അവനിൽ നിന്നും അവനാലും അവങ്കലേക്കുമാകുന്നുവല്ലോ, അവന് എന്നേക്കും മഹത്വം, ആമീൻ. അങ്ങനെ തന്നെ, ഇതിന് മാറ്റമില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പലർക്കും ഇത് ഗ്രഹിക്കുവാൻ കഴിയുന്നില്ല. പലരും അന്ധമായ ചിന്താഗതികളിലാണ്, തർക്കങ്ങളിലും വാദങ്ങളിലും മുഴുകി നിൽക്കുകയാണ്. സ്തോത്രം. ഏത് യാഥാർത്ഥ്യങ്ങൾ കേട്ടാലും അതിനെതിരായി സംസാരിക്കുവാനും, സ്തോത്രം, അതിനെ അവഗണിക്കുവാനുള്ളതായ മനോഭാവത്തിലാണ് ഇന്ന് അനേക പ്രിയപ്പെട്ടവരെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. സ്തോത്രം. അതിൻ്റെ കാരണം യഥാർത്ഥമായി സത്യദൈവത്തെ അഥവാ സത്യദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ആ നടത്തിപ്പില്ലാത്തത് മുഖാന്തരമായിട്ടാണ് അതൊക്കെ സംഭവിക്കുന്നത് എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. സങ്കീർത്തനങ്ങൾ 19 1 വാക്യഭാഗം നമ്മൾ വായിക്കുമ്പോൾ, ആകാശം ദൈവത്തിൻ്റെ മഹത്വത്തെ വർണ്ണിക്കുന്നു. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്തോത്രം. ആകാശത്തിൻ്റെ മഹത്വം, ആകാശത്തെക്കുറിച്ചുള്ളതായ നമ്മുടെ കാഴ്ചപ്പാടിൽ ദൈവത്തിൻ്റെ മഹത്വമാണ് അവൻ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ആകാശവിധാനം അവൻ്റെ കൈവേലയെ പ്രസിദ്ധമാക്കുന്നു എന്നാണ് നമുക്കവിടെ പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. ആകാശം അവൻ്റെ മഹത്വത്തെയും ആകാശവിധാനം അവൻ്റെ കരവിരുതിനെയും കുറിച്ച് സംസാരിക്കുന്നു എന്നാണ് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. സ്തോത്രം. നമുക്ക് വളരെ വ്യക്തമായി പഠിക്കുവാൻ കഴിയുന്ന മറ്റൊരു യാഥാർത്ഥ്യം, ദൃശ്യമായതും അദൃശ്യമായതും സകലവും കർത്താവായ യേശു ക്രിസ്തുവാണ് സൃഷ്ടിച്ചത് എന്ന് നാം നേരത്തെ പഠിച്ച ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും, സകലവും സൃഷ്ടിച്ച ആ ഏക സത്യദൈവം യേശു ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായിട്ട് തിരുവചനം നമ്മെ പഠിപ്പിക്കുകയാണ്. ഒന്നിലധികം സൃഷ്ടിതാക്കളില്ല, ഒരേ ഒരു സൃഷ്ടാവാണ്. ആ സൃഷ്ടാവാണ് നമ്മുടെ പിതാവ്. ആ പിതാവ് കർത്താവായ യേശു ക്രിസ്തുവാണ് എന്ന് വളരെ വ്യക്തമായി വേദപുസ്തകം പഠിപ്പിക്കുന്നു.
പലരും അതിനെ മറ്റ് നിലകളിലൊക്കെ വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അവരോടൊന്നും പ്രതിപാദിക്കുവാനൊന്നും ഞാൻ തയ്യാറാകുന്നില്ല. കാരണം ഇതിനെല്ലാം ഒരിക്കൽ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടതാണ്. സ്തോത്രം. അത് അതിൻ്റെ നിയമം അനുസരിച്ച് നടക്കട്ടെ എന്ന് മാത്രം ചിന്തിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം 90-ാം അധ്യായത്തിൻ്റെ 1, 2 വാക്യഭാഗങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. സ്തോത്രം. ഇവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. ഇസ്രായേലിനെ സംബന്ധിച്ച് അവരുടെ ദൈവം, അവരുടെ പിതാവ്, അവരുടെ സങ്കേതമാണ്. അത് പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു എന്നാണ് കർത്താവിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത്. വേദപുസ്തകത്തിൻ്റെ ആദിയോടെന്ത് നമ്മൾ പഠിച്ചാൽ, കർത്താവ് കർത്താവ് എന്ന് പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിലും കൊരിന്തിയ ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്ക് ഉണ്ട്. യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് മാത്രമാണ് നമുക്കുള്ളത്. അപ്പം ഒരേ ഒരു കർത്താവെന്ന് വേദപുസ്തകത്തിൽ പലയിടങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ഒരേ ഒരു കർത്താവ് മാത്രമാണ് നമുക്കുള്ളത്. അത് യേശു ക്രിസ്തു ആകുന്നു എന്ന് വിശുദ്ധ അപ്പോസ്തലൻ പറയുകയാണ്. ആ കർത്താവിനെ സംബന്ധിച്ച് ദാവീദ് പറയുന്നത്, കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പേ നീ അനാദിയായും ശാശ്വതമായും ദൈവമാണ്. സ്തോത്രം. നീ ആരംഭമില്ലാത്തവനും അവസാനമില്ലാത്തവനും ശാശ്വതമായി എന്ന് പറഞ്ഞാൽ നിത്യനായ അല്ലെങ്കിൽ മാറ്റമില്ലാത്തവനുമായ അനന്യനായ ദൈവമാകുന്നു എന്ന് അവിടെ വളരെ വ്യക്തമായി കാണുവാൻ കഴിയുന്നു. അത് യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൊരിന്തിയ ലേഖനത്തിൽ നിന്ന് നാം വായിച്ചത് യേശു ക്രിസ്തു എന്ന ഏക കർത്താവ് നമുക്കുണ്ട് എന്നാണ്. യേശു ക്രിസ്തു എന്നും കർത്താവെന്നും അവനാണ് സകലവും സൃഷ്ടിച്ചവനെന്നും അനാദിയായും ശാശ്വതമായും അവൻ ദൈവമാകുന്നു എന്നുമാണ് തിരുവചനത്തിലൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. യെശയ്യാവിൻ്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യഭാഗത്ത് നാം ഇങ്ങനെ വായിക്കുന്നു, ഉന്നതനും ഉയർന്നിരിക്കുന്നവനും ശാശ്വതവാസിയും പരിശുദ്ധനെന്ന് നാമമുള്ളവനുമായവൻ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഞാൻ ഉന്നതനും പരിശുദ്ധനുമായി വസിക്കുന്നു. താഴ്മയുള്ളവരുടെ മനസ്സിനും മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ചൈതന്യം വരുത്തുവാൻ മനസ്താപവും മനോവിനയവുമുള്ളവരോടുകൂടെ വസിക്കുന്നു എന്ന് ദൈവവചനത്തിൽ കാണുവാൻ കഴിയുന്നു. ശാഠ്യവും ദുശ്ചിന്തകളുമുള്ള വ്യക്തികളോടുകൂടെ ദൈവം വസിക്കുന്നില്ല. ദൈവം ഉന്നതനാണ്, ഉയർന്നവനാണ്, പരിശുദ്ധനാണ്. പക്ഷേ താഴ്മയുള്ളവരോടും മനോവിനയമുള്ളവരോടും കൂടെ അവൻ വസിക്കുമെന്നാണ് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നത്. അതുകൊണ്ട് ശാഠ്യത്താൽ ദൈവവചനത്തിൻ്റെ സത്യത്തിന് വിരുദ്ധമായി നിലകൊള്ളുവാൻ താല്പര്യപ്പെടാതെ സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിക്കുവാനും അത് വിശ്വസിക്കുവാനും തയ്യാറാകുവാൻ സകല പ്രിയപ്പെട്ടവരോടും ദൈവത്തിൻ്റെ വചനം ആവശ്യപ്പെടുകയാണ്. സ്തോത്രം.
റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യഭാഗം വായിക്കുമ്പോൾ അവിടെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിക്കുകയും ചെയ്യുന്നവനായി താൻ വിശ്വസിച്ച ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവൻ നമുക്കെല്ലാവർക്കും പിതാവാകേണ്ടതിന് തന്നെ എന്നവിടെ കാണുവാൻ കഴിയുന്നു. സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, അവൻ മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതുപോലെ വിളിച്ചു വരുത്തുകയും ചെയ്യുന്നവനാണ്. സ്തോത്രം. അവൻ നമുക്കെല്ലാവർക്കും പിതാവായി തീരേണ്ടതിന് തന്നെ എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. പിന്നീട് അവിടെ പറയുന്നത്, ഞാൻ നിന്നെ ബഹുജാതികൾക്ക് പിതാവാക്കി വെച്ചു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്നും നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നിത്യനായ ദൈവം ഒരുവനേ ഉള്ളൂ. അവൻ അഭൗമികനും അദൃശ്യനും, സ്തോത്രം, അവയവരഹിതനും അളവില്ലാത്ത ബുദ്ധിശക്തിയും വിവേകവുമുള്ള ആത്മാവായ ഏക ദൈവമാണ്. അവൻ ശരീരത്തിൽ വെളിപ്പെട്ടു വന്നവനാണ് കർത്താവായ യേശു ക്രിസ്തു എന്ന് വേദപുസ്തകം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള ദൈവമക്കളെ, ഒരിക്കലും തെറ്റിപ്പോകുവാനോ നഷ്ടപ്പെട്ടു പോകുവാനോ ഇടവരാതിരിക്കേണ്ടതിന് ദൈവവചനത്തെ സൂക്ഷ്മമായി പരിശോധിച്ചും അത് ഗ്രഹിക്കേണ്ടും വിധം ഗ്രഹിച്ച് കർത്താവ് നമ്മെക്കുറിച്ച് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്ന ആ അറിവോടുകൂടെ കർത്താവിനെ ആരാധിക്കുകയും മഹത്വപ്പെടുത്തുകയും അവൻ്റെ സന്നിധിയിൽ നിലനിൽക്കുകയും ചെയ്യുന്നു എങ്കിൽ തീർച്ചയായിട്ടും സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അത്ഭുതകരം നമ്മോടുകൂടെ ഇരിക്കുകയും അവൻ നമ്മെ അവൻ്റെ രാജ്യത്തിൽ പങ്കാളികളാക്കി തീർക്കുകയും ചെയ്യുമെന്നുള്ളത് വസ്തുതയാണ്. സ്തോത്രം. എല്ലാ വസ്തുക്കൾക്കും ആരംഭമുള്ളതും നശിച്ചു പോകുന്നതുമാണ്. എന്നാൽ ദൈവത്തിന് ആരംഭമില്ല, അവസാനമില്ല. ദൈവം അനാദിയായി സ്ഥിതി ചെയ്യുന്നവനാണ് എന്ന് തിരുവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുകയാണ്. ദൈവത്തെക്കുറിച്ചുള്ളതായ പരിജ്ഞാനം ഒരുവന് ലഭിക്കണമെങ്കിൽ ദൈവം തന്നെ അവന് വെളിപ്പെടുത്തി കൊടുക്കണം എന്നുള്ളതാണ് ദൈവവചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നത്. ദൈവത്താൽ അതിനുള്ളതായ വെളിപ്പാട് ലഭിക്കാത്ത ഒരു വ്യക്തി ഒരു പക്ഷേ വിദ്യാസമ്പന്നനും വളരെ അറിവുള്ളവനും കഴിവുള്ളവനും ഒക്കെ ആയിരിക്കാം. എങ്കിലും ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ ഗ്രഹിക്കുവാൻ അവന് കഴിയണമെന്നില്ല. അതിന് ദൈവത്താലുള്ള ഒരു വെളിപ്പാട് ലഭിക്കേണ്ടത് ആവശ്യമാണ്. സ്തോത്രം. മാനുഷികമായുള്ള എല്ലാ ചിന്തകൾക്കും സങ്കല്പങ്ങൾക്കും അപ്പുറത്താണ് ദൈവം എന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. യോബിന്റെ പുസ്തകം 11-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യഭാഗത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ദൈവത്തിൻ്റെ അഗാധ തത്വം നിനക്ക് ഗ്രഹിക്കാമോ? സർവശക്തന്റെ സമ്പൂർത്തി നിനക്ക് മനസ്സിലാകുമോ? സ്തോത്രം. ഇത് മാനുഷികമായി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ദൈവത്തിൻ്റെ സകല തത്വങ്ങളും അഗാധമായിട്ടുള്ളതാണ്. അത് മനുഷ്യന് സ്വയം ഗ്രഹിക്കുവാൻ ബുദ്ധിമുട്ടാണ്. സർവശക്തനായ ദൈവത്തിൻ്റെ പൂർണ്ണതയെ സംബന്ധിച്ച് ആർക്കെങ്കിലും മനസ്സിലാക്കുവാൻ കഴിയുമോ?
ഒരിക്കലും സാധ്യമല്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും ദൈവാത്മാവിൻ്റെ പൂർണ്ണമായ ആ സപ്പോർട്ട് നമുക്കുണ്ടായിരിക്കണം, അത് ഗ്രഹിക്കുവാൻ കഴിയണമെങ്കിൽ. സ്തോത്രം. സങ്കീർത്തനം 145 3 വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: യഹോവ വലിയവനും അത്യന്തം സ്തുത്യനുമാകുന്നു, അവന്റെ മഹിമ അഗോചരമത്രേ എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം വലിയവനാണ്, അത്യന്തം സ്തുത്യനുമാകുന്നു. അവന്റെ മഹിമ അഗോചരമത്രേ. മാനുഷിക ദൃഷ്ടികൾക്ക് കാണുവാനും ഗ്രഹിക്കുവാനും കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ്, അഗോചരമാണ് എന്ന് ദൈവവചനത്തിലൂടെ കാണുവാൻ കഴിയുന്നു. സങ്കീർത്തനങ്ങൾ 147 വാക്യഭാഗത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നമ്മുടെ കർത്താവ് വലിയവനും ശക്തിയേറിയവനുമാകുന്നു, അവന്റെ വിവേകത്തിന് അന്തമില്ല എന്ന് നമുക്കവിടെ കാണുവാൻ കഴിയുന്നു. നമ്മുടെ കർത്താവ് വലിയവനാണ്, അവൻ ശക്തിയേറിയവനാണ് എന്ന് പറഞ്ഞാൽ അവൻ സർവശക്തനാണ്. അവന്റെ വിവേകത്തിന് അന്തമില്ല, അവസാനമില്ല എന്നവിടെ കാണുവാൻ കഴിയുകയാണ്. സ്തോത്രം. സങ്കീർത്തനങ്ങൾ 139 6 വാക്യഭാഗത്തിൽ ഈ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം ഉന്നതമായിരിക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുകയാണ്. അവന്റെ പരിജ്ഞാനം എനിക്ക് അത്യത്ഭുതമാകുന്നു, അതെനിക്ക് ഗ്രഹിച്ചുകൂടാതെ വണ്ണം വളരെ ഉയർന്നിരിക്കുന്നു, അഥവാ ഉന്നതമായിരിക്കുന്നു എന്ന് കാണുവാൻ കഴിയുന്നു. നമ്മുടെ ദൈവം ഏകനാണ്. പഴയ നിയമ പുസ്തകത്തിൽ കാണുന്ന യഹോവയായ ദൈവം തന്നെയാണ് പുതിയ നിയമത്തിലെ കർത്താവും ദൈവവുമായ യേശുക്രിസ്തു എന്ന് വളരെ വ്യക്തമായിട്ടും വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുകയാണ്. ഈ കാര്യങ്ങളൊക്കെ വളരെ തെളിവായിട്ടും വ്യക്തമായിട്ടും ദൈവത്തിൻ്റെ വചനത്തിലൂടെ നമുക്ക് പഠിക്കുവാൻ കഴിയുന്നു. എങ്കിലും ഇന്നും അതിനെതിരായി ശക്തമായി വെല്ലുവിളി ഉയർത്തുന്ന ധാരാളം ആളുകൾ ക്രൈസ്തവ സമൂഹത്തിൽ അഥവാ പെന്തക്കോസ് സമൂഹത്തിലുണ്ട് എന്ന് പറയുന്നതാണ് വളരെ അതിശയിപ്പിക്കുന്ന വിഷയം. സ്തോത്രം. തിമോത്തിയോസിന്റെ 1 ലേഖനം അതിൻ്റെ 6 വാക്യഭാഗത്തിൽ ഇങ്ങനെ നാം വായിക്കുന്നു: സ്തോത്രം. താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് ആ പ്രത്യക്ഷത വരുത്തും. അവന് ബഹുമാനവും നിത്യബലവും ഉണ്ടാകട്ടെ. ആമീൻ. ഇത് കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ്. അതിൻ്റെ 15 വാക്യം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ രാജാതി രാജാവും കർത്താതി കർത്താവുമായവൻ എന്ന് അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. താൻ മാത്രമാണ് അമർത്യതയുള്ളവൻ എന്ന് പറഞ്ഞാൽ മാനുഷികമായിട്ടുള്ളവൻ അല്ലാത്തവൻ എന്നാണ്. അമർത്യതയുള്ളവൻ അവൻ ദൈവമാണ് എന്നാണ് അവിടെ കാണുവാൻ കഴിയുന്നത്. താൻ മാത്രമാണ് ദൈവം. ആർക്കും അടുത്തുകൂടാത്ത വെളിച്ചത്തിലാണ് അവൻ വസിക്കുന്നത്. മനുഷ്യർക്ക് അവനെ കാണുവാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ആർക്കും അവനെ കാണുവാൻ കഴിയുന്നതല്ല. എന്നാൽ തക്ക സമയത്ത്, ആവശ്യമായി വരുന്ന ആ സമയത്ത് അവൻ തൻ്റെ പ്രത്യക്ഷത വരുത്തും എന്നും ആ ദൈവത്തിന് ബഹുമാനവും മഹത്വവും നിത്യബലവും ഉണ്ടാകട്ടെ എന്നും
അതങ്ങനെ തന്നെ എന്ന് കർത്താവിൻ്റെ ദാസൻ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവിൽ സംസാരിക്കുകയാണ്. അപ്പോൾ സകലത്തിലും സകലവും ആയവൻ കർത്താവായ യേശു ക്രിസ്തു ആകുന്നു എന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് നമ്മെ പഠിപ്പിക്കുകയാണ്. സ്തോത്രം. ഇത് ഈ നിലയിൽ മറ്റുള്ളവർക്ക് ഗ്രഹിക്കത്തക്ക വിധത്തിൽ സ്തോത്രം സാവധാനത്തിൽ സംസാരിക്കുന്നതിൻ്റെ പ്രധാന കാരണം തന്നെ കേൾവിക്കാരൻ അത് മനസ്സിലാക്കുവാൻ കഴിയണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ്. ദൈവവചനം പഠിപ്പിക്കുന്നു, മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം മാത്രമാണ് മാനവരക്ഷയ്ക്കായിട്ട് ദൈവം വച്ചിരിക്കുന്ന ഏകനാമം. അതുകൊണ്ട് തെറ്റായി ചിന്തിക്കുകയും തെറ്റായി പഠിക്കുകയും തെറ്റായി പഠിപ്പിക്കുകയും ശരിയായിട്ടുള്ളതിനെ ഖണ്ഡിക്കുകയും ചെയ്യുന്നതായ പ്രിയമുള്ള സഹോദരങ്ങളെ, പ്രിയപ്പെട്ടവരെ, അധികം ശിക്ഷാവിധി വരുമെന്ന് ഓർത്ത് മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നാനമേറ്റ് നിങ്ങളുടെ പാപക്കറകളെ പൂർണ്ണമായി കഴുകിക്കളഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ച് ആത്മാവിൻ്റെ ആലോചന അനുസരിച്ച് സത്യത്തിനു വേണ്ടി നിലകൊള്ളുവാൻ സ്വർഗത്തിലെ ദൈവം ഈ നാടുകളിലായി സകല പ്രിയപ്പെട്ടവരെയും ഒരുക്കുമാറാകട്ടെ, കരങ്ങളിൽ വഹിക്കുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. മറ്റൊരുത്തനിലും രക്ഷയില്ല. യേശു ക്രിസ്തു മാത്രമാണ് ഏകരക്ഷകൻ. കർത്താവ് വരാറായി. എല്ലാവരും ഒരുങ്ങുക. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വൈകിയ സമയത്ത് അല്പനിമിഷം തിരുവചനത്തിലൂടെ നിങ്ങളുമായിട്ട് സ്തോത്രം വിഷയം സംസാരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇളയവന് ഭാഗ്യം നൽകിയതുകൊണ്ട് ദൈവത്തെ അധികമായി സ്തുതിക്കുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആരും തെറ്റിപ്പോകരുത്, ആരും നഷ്ടപ്പെട്ടു പോകരുത്, ആരും നശിച്ചു പോകരുത്. നമ്മുടെ കർത്താവ് വരുവാൻ സമയമായിരിക്കുകയാണ്. അതുകൊണ്ട് കർത്താവിൻ്റെ വരവെങ്കിൽ അവനോടുകൂടെ ചേർന്ന് നിൽക്കുവാൻ യോഗ്യരായി തീരേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇളയവന് വേണ്ടി അവസരത്തെ വേർതിരിച്ചു തന്ന ഈ JCNDSTയുടെ സ്തോത്രം അഡ്മിന്മാരായിരിക്കുന്ന കർത്താവിൻ്റെ ദാസന്മാർക്കും മറ്റ് പ്രിയപ്പെട്ട സംഘാടകർക്കും കഴിവിക്കാരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് ഏവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള എൻ്റെ സ്നേഹവും നന്ദിയും അറിയിച്ചുകൊണ്ടും ഇളയവനെ ബലപ്പെടുത്തിയ സർവ്വലഭനായിരിക്കുന്ന കർത്താവിന് സകലവിധമാകുന്ന മാനവും മഹത്വവും കരയേറ്റിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗ്ഗ കർത്താവേ, അല്പനിമിഷം തിരുവചനവുമായിട്ട് തിരുമുമ്പിൽ നിൽക്കുവാൻ ഇളയവന് നീ കൃപ നൽകിയത് കൊണ്ട് സ്തോത്രം. അടിയന് സംസാരിക്കപ്പെട്ടിരിക്കുന്ന ആ വിഷയം സ്വർഗത്തിലെ ദൈവമേ നീ ശോധന ചെയ്ത് ഇളയവൻ്റെ ഭാഗത്ത് എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നീ അടിയനോട് സംസാരിക്കണം, അടിയനോട് നീ ക്ഷമിക്കണം. കേൾവിക്കാരായിരിക്കുന്ന ആർക്കും യാതൊരു കാരണവശാലും യാതൊരു ദോഷവും വരാതിരിക്കേണ്ടതിന് സത്യവചനത്തെ യഥാർത്ഥമായി ചിന്തിക്കുവാൻ എല്ലാ ഹൃദയങ്ങളോടും നീ ഇടപെടുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പിനെ അനുഗ്രഹിക്കണം, അഡ്മിന്മാരെ അനുഗ്രഹിക്കണം, കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാരെ അനുഗ്രഹിക്കണം. പ്രാർത്ഥന കേട്ടിരിക്കിയാൽ സ്തുതിക്കുന്നു. സകല മാനവും മഹത്വവും പഞ്ചിക്കട്ടെ യേശു ക്രിസ്തുവിൻ്റെ തന്നെയുള്ള നാമത്തിൽ തന്നെ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം.